Good morning, my dear students. Today, our next topic, demand estimation and demand forecasting. Demand estimation and demand forecasting. Demand estimation means estimating the various determinants of demand for the purpose of taking appropriate production, pricing, and promotion decision. It is simply refers to estimation of demand function. Demand estimation simply refers to estimation of demand function. ഡിമാൻഡ് ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ഇത് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിമാൻഡ് എസ്റ്റിമേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എസ്റ്റിമേറ്റിംഗ് ഓർ ക്വാണ്ടിഫൈയിങ് ഡിമാൻഡ് ഫംഗ്ഷൻ ബൈ യൂസിങ് ഡാറ്റ ഓൺ ക്വാണ്ടിറ്റി, ഡിമാൻഡ്, പ്രൈസസ്, ഇൻകം ആൻഡ് സോ ഓൺ. ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇത് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താ? ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. Demand forecasting simply refers to estimating or anticipating the future events. ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ് കണക്കാക്കുന്നൊരു ടെക്നിക്സാണ്, ലോങ് ടേം ഡിസിഷനാണ് ഇത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സിംപ്ലി റെഫേഴ്സ് ടു എസ്റ്റിമേറ്റിംഗ് ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു ഫോർസീ ദ ഫ്യൂച്ചർ ബൈ എക്സാമിനിങ് ദ പാസ്റ്റ്. പ്രീവിയസ് ഡാറ്റാസ് വെച്ചുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then in short, demand forecasting means anticipating the future demand. Demand forecasting is for a long period. അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് കണക്കാക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടേമും ഒരേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് എസ്റ്റിമേഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? Demand estimation and demand forecasting. Demand estimation is a short term activity and demand forecasting is a long term activity. Then quantifiable terms ആയിരിക്കും ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് എന്ന് കൂടെ കൺസിഡർ ചെയ്തിരിക്കും. ഇവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് പ്രിസീഡഡ് ബൈ ഡിമാൻഡ് എസ്റ്റിമേഷൻ. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് റെഫേഴ്സ് ടു പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ലെവൽ ഓഫ് ഡിമാൻഡ് ഓൺ ദി ബേസ് ഓഫ് കറൻറ്റ് ആൻഡ് പാസ്റ്റ് ട്രെൻഡ്സ്. ഇറ്റ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിങ്ങനെ പറയുക. ഓൺ ദി അതർ ഹാൻഡ്, ഡിമാൻഡ് എസ്റ്റിമേഷൻ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സ്പെക്റ്റഡ് പ്രസൻറ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് ഓൺ ദി ബേസിസ് ഓഫ് കറൻറ്റ് ലെവൽ ഡിമാൻഡ് ഡിറ്റർമിനൻറ്റ്സ്. Demand estimation is necessary to understand the impact of price changes on the quantity demanded. Demand forecast involves foreseeing the future so that the planning will be more meaningful. Risk and uncertainty associated with the future can be minimized. ദെൻ ഡിമാൻഡ് എസ്റ്റിമേഷൻ. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഇത്രയാണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ആക്ടിവിറ്റിയും ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം ആക്ടിവിറ്റിയാണ്. ഇത് തമ്മിൽ ദെൻ ഒരു ക്വാണ്ടിഫൈബിൾ ടേംസിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ കുറിച്ച് ഏതിൻ്റെയും, അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മദർ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇസ് ദ വൺ ഓഫ് ദി ആക്ടിവിറ്റി ഓഫ് മദർ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, എത്രമാത്രം നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കേണ്ടി വരും എന്നൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നെസസറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു ടു, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ്, അതായത് ദീർഘവീക്ഷണത്തോടു കൂടി ഒരുപാട് കാലഘട്ടത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് വേണ്ടി നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി, ഒരു 5 വർഷം കഴിഞ്ഞാൽ എത്രമാത്രം ഉണ്ടായിരിക്കും നമ്മുടെ ഡിമാൻഡ്. അതാണ് ലോങ് ടേം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, അപ്പോൾ പ്ലാന്റ് ലേഔട്ട് കൂട്ടേണ്ടതായിട്ട് വരുമോ, അതേസമയം എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഇങ്ങനെ ലോങ് ടേം വിഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവന്നത്.
ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ്. ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് വൺ ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസീസ്. ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസീസ്. ശരിയായിട്ടുള്ള രീതിയിൽ സെയിൽസോ പ്രൊഡക്ഷൻ പോളിസീസോ ഒക്കെ തയ്യാറാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. സെക്കൻഡ് വൺ ടു ഹെൽപ്പ് ഇൻ എൻഷുറിങ് എ റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. ടു ഹെൽപ്പ് ഇൻ എൻഷുറിങ് റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. അതായത് ഒന്നാമത്തെ കാര്യം എന്താ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസീസ്. ഒരു ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിൽസും ഡിമാൻഡും ഈക്വലൈസ് ചെയ്യണം, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഓഫർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സെയിൽസ് പോളിസീസോ പ്രൊഡക്ഷൻ പോളിസീസോ ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ then അവിടെ ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസീസ്. Then second one is to help in ensuring regular supply of raw material. Raw materialsൻ്റെ regular supply ഉറപ്പുവരുത്താനായിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. Then third one is to reduce the cost of purchase and unnecessary purchases. To reduce the cost of purchase and avoid unnecessary purchases. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാനും അൺനെസസറി പർച്ചേസസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം, ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. ടു എൻഷുർ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻസ്. എല്ലാ മെഷീനറീസും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അപ്പോൾ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനിലെ ടു എൻഷുർ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻസ്. ഫിഫ്ത്ത് വൺ ഈസ് ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് സോ ദാറ്റ് സ്യൂട്ടബിൾ ലേബർ ഫോഴ്സ് മേ ബി മെയിൻറ്റെയിൻ. അടുത്ത് പറയുന്നത് ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കിൽഡ് ലേബേഴ്സും അൺസ്കിൽഡ് ലേബേഴ്സും എത്രമാത്രം ആവശ്യമായിട്ട് വരും. അതായത് പ്രത്യേകം അതിനായിട്ട് ആവശ്യമുള്ള ആളുകളെയാണ് സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുക. ടെക്നോളജിക്കലി അവർക്കത് അറിഞ്ഞിരിക്കണം. പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെയാണ് നമ്മളെന്ത് പറയുക, സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുക. അൺസ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ആർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള. അപ്പോൾ സ്കിൽഡ് ലേബേഴ്സ് എത്ര വേണമെന്നും അൺസ്കിൽഡ് ലേബേഴ്സ് എത്ര വേണമെന്നും നമ്മൾ തീരുമാനിച്ചിരിക്കണം. ദെൻ അത് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന, നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഡിമാൻഡ് എത്രമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ടു ഹെൽപ്പ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസീസ്. ശരിയായിട്ടുള്ള പ്രൈസിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൈസിങ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കും. പ്രൈസിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ബാരോമെട്രിക് പ്രൈസിങ്, സൈക്കോളജിക്കൽ പ്രൈസിങ്, മാർജിനൽ പ്രൈസിങ്, ലീഡർഷിപ്പ് പ്രൈസിങ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിമ്മിങ് പ്രൈസിങ്, പെനട്രേറ്റിംഗ് പ്രൈസിങ്, ലീഡർഷിപ്പ് പ്രൈസിങ്, ദെൻ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രൈസ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രൈസ് മെത്തേഡ്സാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഏതായിരിക്കും നമുക്ക് അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആവുന്ന പ്രൈസ് പോളിസി ഏതാണ്. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, ടു ഹെൽപ്പ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസി. ശരിയായിട്ടുള്ള പ്രൈസ് പോളിസി ഏതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ടു ഡിറ്റർമിൻ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്. ഇതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് എത്രമാത്രം ആവശ്യമുണ്ട്. അപ്പോൾ ദെൻ അതുകൂടെ അറിഞ്ഞിരിക്കണം, ടു ഡിറ്റർമിൻ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ദെൻ എയ്ത്ത് വൺ, ടു ഡിറ്റർമിൻ സെപ്പറേറ്റ് സെയിൽസ് ടാർഗറ്റ് ഫോർ ഓൾ ദ സെയിൽസ് ടെറിട്ടറീസ്. ടു ഡിറ്റർമിൻ സെപ്പറേറ്റ് സെയിൽസ് ടാർഗറ്റ്, അതായത് സെപ്പറേറ്റ് ആയിട്ടും ഓരോ സെയിൽസ് ടെറിട്ടറീസിലും എത്രമാത്രം പ്രൊഡക്റ്റ് വിറ്റഴിക്കപ്പെടണം എന്നറിയാനായിട്ട് ടു ഡിറ്റർമിൻ സെപ്പറേറ്റ് സെയിൽസ് ടാർഗറ്റ് ഫോർ ഓൾ ദി സെയിൽസ് ടെറിട്ടറീസ്. ദെൻ നയൻത്ത് വൺ, ടു എലിമിനേറ്റ് ദ പ്രോബ്ലം ഓഫ് അണ്ടർ ഓർ ഓവർ പ്രൊഡക്ഷൻ. അണ്ടർ പ്രൊഡക്ഷനോ ഓവർ പ്രൊഡക്ഷനോ ഇല്ലാതെയാക്കാനായിട്ട്. ഇതൊക്കെയാണ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ്? ദെൻ ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് വൺ ഈസ് ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് suitable sales and production policies. Suitable sales policy, suitable production policy to ensure regular supply of raw material. The next one, to reduce the cost of production. To reduce the cost of production and avoid unnecessary expenses.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുകയും അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. ടു എൻഷുർ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻസ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറീസ്, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ മെഷീൻസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ടു എൻഷുർ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻസ്. ദ നെക്സ്റ്റ് വൺ, ടു മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് സോ ദാറ്റ് suitable ലേബർ ഫോഴ്സ് മേ ബി മെയിൻറ്റെയിൻഡ്. അതായത് സ്കിൽഡ് ലേബേഴ്സിനും അൺസ്കിൽഡ് ലേബേഴ്സിനും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ലേബർ ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. ടു ഹെൽപ്പ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസി, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് പോളിസി ഏതാണ്. അതേപോലെ തന്നെ ടു ഡിറ്റർമിൻ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, എത്രമാത്രം ഫിനാൻസ് ആവശ്യമുണ്ട്. ടു ഡിറ്റർമിൻ സെപ്പറേറ്റ് സെയിൽസ് ടാർഗറ്റ് ആൻഡ് ടു എലിമിനേറ്റ് ദ പ്രോബ്ലം ഓഫ് അണ്ടർ ആൻഡ് ഓവർ പ്രൊഡക്ഷൻ. ദീസ് ആർ ദി ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വളരെ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കിട്ടിയാലാണ് ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാലാണ് പ്രൊഡക്ഷൻ തീരുമാനിക്കാൻ പറ്റുള്ളൂ, സെയിൽസ് എത്രമാത്രം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ, സെയിൽസ് ടാർഗറ്റ് എവിടേക്കാണ് നമ്മൾ എത്ര യൂണിറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണം, എന്ത് പ്രൈസ് അതിന് ഫിക്സ് ചെയ്യണം, എത്രമാത്രം ഫിനാൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നെസസറിയാണ്. എന്നാൽ അതേസമയം നമ്മൾ പറയുന്നത് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് ഒരു ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ലോങ് ടൈം ഒബ്ജക്റ്റീവ്സിലെ? ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ലോങ് ടൈം വിഷനാണ്, ഫ്യൂച്ചറിലേക്കുള്ളൊരു വിഷനാണ് അവിടെ ലോങ് ടൈം എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് വൺ ഈസ് ടു പ്ലാൻ ലോങ് ടൈം പ്രൊഡക്ഷൻ, അതായത് ഭാവിയിലേക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്ന് തീരുമാനിക്കാമെന്നാണ്. ടു പ്ലാൻ ലോങ് ടൈം പ്രൊഡക്ഷൻ ആൻഡ് ടു പ്ലാൻ പ്ലാന്റ് കപ്പാസിറ്റി. പ്ലാൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഒന്നുകൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതേസമയം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാന്റ് മതിയാവോ, ഇത്ര ലാൻഡ് മതിയായിരിക്കുമോ, ഈ ഒരു ഫെസിലിറ്റി മതിയാവോ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാന്റ് ലേഔട്ടും പ്ലാൻ കപ്പാസിറ്റിയും ഒക്കെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഇത്രയും ചെറിയൊരു ഷോറൂം ആണെങ്കിൽ അതൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്. അതാണ് പ്ലാൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ അത് ആവശ്യമായിട്ട് വരുമെന്ന് നമ്മൾ തീരുമാനിക്കണം. ടു പ്ലാൻ പ്ലാന്റ് കപ്പാസിറ്റി. Then next one, to estimate the requirement of workers for long period and make arrangement. To estimate the requirements of workers, അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ പ്ലാൻ കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഒന്നുകൂടെ വൈഡൻ ചെയ്യണം. അതേസമയം തന്നെ വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നെസസറി അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ടു ഡിറ്റർമിൻ ആൻ അപ്രോപ്രിയേറ്റ് ഡിവിഡൻഡ് പോളിസി, ശരിയായിട്ടുള്ള രീതിയിൽ ഡിവിഡൻഡ് പോളിസി ഫിക്സ് ചെയ്യണം. ടു ഹെൽപ്പ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കംപ്രൈസസ് ടു ടേംസ്, ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബഡ്ജറ്റിംഗ്. ദെൻ ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബഡ്ജറ്റിംഗ് മീൻസ് പ്ലാനിങ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്. അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. എത്രമാത്രം ലോങ് ടേമിലേക്ക് നമുക്ക് ഫിനാൻസ് ആവശ്യം വേണ്ടിവരും എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ അത് കൂടെ തീരുമാനിച്ചിരിക്കണം. ടു പ്ലാൻ ലോങ് ടേം ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, അതിനനുസരിച്ച് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. ടു പ്ലാൻ ലോങ് ടേം ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. Then next one, to forecast the future problems of material supplies and energy crisis. To forecast the future problems, ഭാവിയിൽ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസിനെ ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും എനർജി ക്രൈസിസ് നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ എടുക്കണം. അപ്പോൾ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ടെക്നിക്സും ഉണ്ട്. അപ്പോൾ എന്താ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ആൻറ്റിസിപ്പേറ്റിംഗ് ഓർ എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് the objectives may be classified into two, short term objectives and same time long term objectives. long term objectivesലെ അപ്പോൾ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ഡീലിങ്സ് ആണ് അവിടെ. ടു ഡിറ്റർമിൻ ദ പ്രൊഡക്ഷൻ പോളിസീസ്, സെയിൽസ് പോളിസീസ്, പ്രൈസിങ് പോളിസീസ്, ദെൻ ഷോർട്ട് ടൈം ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, അതേപോലെ തന്നെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടു അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്, ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ഇതൊക്കെയാണ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എങ്കിൽ. ലോങ് ടൈം ഒബ്ജക്റ്റീവ്സിലെ ടു പ്ലാൻ ലോങ് ടൈം പ്രൊഡക്ഷൻ,
പിന്നെ അതുപോലെ തന്നെ പ്ലാൻ കപ്പാസിറ്റി, ഫ്യൂച്ചർ, estimate the requirement of workers for long period, determine the appropriate dividend policy, and to help the proper capital budgeting, and to plan long-term financial requirements, to forecast the future problems of material supplies and energy crisis. These are the objectives behind the demand forecasting. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക് അല്ല, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രമാത്രം ഒരു റിസ്ക് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് വേരിയസ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക. അതായത് സർവേ മെത്തേഡോ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡുകളോ കൺസ്യൂമർ ക്ലിനിക് മെത്തേഡോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം, പാസ്റ്റ് ഡാറ്റ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള വാട്ട് ആർ ദി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്ലേസ് എ കൺസ്റ്റിറ്റ്യൂട്ടീവ് റോൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ ബ്രാഞ്ചസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ദ ബേസ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാനിങ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ദെൻ അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോർവേഡ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ദ ബേസ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാനിങ്. മാർക്കറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ബേസാണ് ഇത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. ഇനി ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കണം, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് എനേബിൾ എ ഫേം ടു പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ആവറേജ് വെൽ ഇൻ അഡ്വാൻസ് ഫോർ ദ ഫോർകാസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ടു എൻഷുവർ, അല്ലെങ്കിൽ ഇറ്റ് എനേബിൾസ് ദ ഫേം ടു പ്രൊഡ്യൂസ് ദ ആക്യുറേറ്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്. ശരിയായിട്ടുള്ള യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫേമിനെ സഹായിക്കുന്നു. ദെൻ ഇറ്റ് വിൽ ഹെൽപ്സ് ടു റിഡ്യൂസ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ കുറച്ചുകൊണ്ട് ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു റിഡ്യൂസ് അണ്ടർ പ്രൊഡക്ഷൻ, സെയിം ടൈം ഓവർ പ്രൊഡക്ഷൻ. നമുക്കറിയാലോ, ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് സപ്ലൈ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലായിരിക്കും. അത് ഫേമിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഡിമാൻഡ് കൂടാം, സപ്ലൈ കുറയാം. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ ഉണ്ടാവാം. ഈ ഓവർ പ്രൊഡക്ഷനോ അണ്ടർ പ്രൊഡക്ഷനോ ഇല്ലാതെയാക്കുന്നത് അവിടെ വൺ ഓഫ് ദി ആക്ടിവിറ്റി ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്സ് ടു reduce the possibilities of avoid the possibilities of overproduction and underproduction. That's the first point. Equalize demand. It helps to equalize demand and supply. The next one is, it helps in formulating an appropriate pricing policy because the price is determined on the basis of expected demand. അവിടെ എന്താ പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രൈസിങ് പോളിസി. ശരിയായിട്ടുള്ള പ്രൈസിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രൈസിങ് പോളിസി ബിക്കോസ് ദ പ്രൈസസ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദി ബേസ് ഓഫ് എക്സ്പെക്റ്റഡ് ഡിമാൻഡ്. അപ്പോൾ ദെൻ അവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സേഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസി. ഫസ്റ്റ് one, it helps to, it enables or it helps to avoid overproduction and underproduction. Second one പറയുന്നത്, it helps to formulating suitable pricing policies. The next one is, it helps in discovering new marketing opportunities. It helps to explore the new marketing opportunities. പുതിയ പുതിയ അവസരങ്ങളെ കണ്ടെത്താനായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. It helps in discovering new marketing opportunities. The next one, it is the base for marketing planning. Without the knowledge of future expected demand, it is not possible to prepare correct marketing program. Then it is the base of marketing planning. This is marketing planning inde base aanu. The next point is, it reduce the business risk. Business inde nashta sadhyadhakal korachirunnu. It reduce the business risk. The next one, it helps in reducing the cost of purchasing and inventory. Then demand forecast ചെയ്ത് കഴിഞ്ഞാൽ to avoid unnecessary expenses. ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ കുറയ്ക്കാനും അതേസമയം തന്നെ എന്ത് ചെയ്യാനാണ്, കോസ്റ്റ് ഓഫ് പർച്ചേസ്, അതായത് കോസ്റ്റ് ഓഫ് പർച്ചേസോ കോസ്റ്റ് ഓഫ്
പ്രൊഡക്ഷനോ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫൈനാൻഷ്യൽ പ്ലാനിങ് ടു അവോയ്ഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഓവർ ക്യാപിറ്റലൈസേഷൻ. അണ്ടർ ക്യാപിറ്റലൈസേഷനോ ഓവർ ക്യാപിറ്റലൈസേഷനോ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then next one, it helps managerial management in arranging the required labor force. ശരിയായിട്ടുള്ള എത്രമാത്രം ലേബർ ഫോഴ്സ് വേണം എന്ന് തീരുമാനിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് പ്രിപ്പറേഷനുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് ഇത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഗ്യാരണ്ടീസ് ഇഫക്റ്റീവ് കൺട്രോൾ. ശരിയായിട്ടുള്ള കൺട്രോളിങ് ടെക്നിക്സ് കൂടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് എൻഷുർ a judicious allocation of resources of the firm among its various activities. It ensures a judicious allocation of resources of the firm among its various activities. The next one, production planning is possible. Production planning is possible. The next one, it determines the speed at which the company can grow. At the macro level, the demand forecasting is great help to the government and planning commission for planning and allocation of scarce resources of the economy. ശരിക്കും വെച്ചാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബഡ്ജറ്റിംഗ്, ഇഫക്റ്റീവ് കൺട്രോളിംഗ്, പ്രൈസ് ഫിക്സേഷൻ ഓഫ് ലേബർ ഫോഴ്സ്. ഇറ്റ് റെഡ്യൂസ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആക്ടിവിറ്റീസ്. ഇറ്റ് റെഡ്യൂസ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ. Then it helps to reduce the business risk and uncertainties, etc. It is also helpful for taking business policies. ശരിയായിട്ടുള്ള ബിസിനസ് പോളിസീസ് എടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. വാട്ട് ആർ ദി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് എസ്റ്റിമേഷൻ, what are the difference between demand estimation and demand forecasting. Then next one is, what are the important objectives of demand forecasting. Then last topic നമ്മൾ എടുത്തത്, what are the importance of demand forecasting, role and importance of demand forecasting. Then next one is limitations of demand forecasting. Limitations of demand forecasting. If the forecasting are inefficient and inexperienced, forecast prepared by them may be wrong. അതായത് if the forecasters are inefficient, അതായത് ഫോർകാസ്റ്റ് ചെയ്യുന്നവർ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അവർ എക്സ്പീരിയൻസ് ഇല്ലാതെയാവാം, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി ഇല്ലാതെയാവാം. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഫോർകാസ്റ്റിംഗ് ഡിസിഷൻസ് ആർ റോങ്, അല്ലേ? ശരിയല്ലാതെ നമ്മളിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്തു, പക്ഷെ അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻഎഫിഷ്യൻ്റ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് പ്രിഡിക്ഷൻ വിൽ ബി റോങ്. അത് തെറ്റായി പോകാനായിട്ട് സാധ്യതയുണ്ട്. Second one is, demand of a product depends to a large extent upon the needs, taste, fashion and style, etc. of consumers. All these are ever changing. Next പറയുന്നത്, demand of a production depends to a large extent upon the needs, taste, fashion and style, etc. അതായത് പലപ്പോഴും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നവരുടെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റോ പ്രിഫറൻസോ ആറ്റിറ്റ്യൂഡോ ഒക്കെ മാറിപ്പോവാം. അതിലുണ്ടായേക്കാവുന്ന ചേഞ്ചസ് നമ്മുടെ ഡിമാൻഡിനെ ബാധിക്കും. സോ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഡിപ്പെൻഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് അപ്പോൺ ദി നീഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, സ്റ്റൈൽ എക്സെട്ര കൺസ്യൂമർ, ബട്ട് ഓൾ ദീസ് ആർ എവർ ചേഞ്ചിങ്. പക്ഷേ ഇതെല്ലാം തന്നെ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, demand of a product depends to some extent upon the psychology of consumers, but it is very difficult to study the psychology of consumer correctly. അവിടെ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് ടു സം എക്സ്റ്റെൻറ്റ് അപ്പോൺ ദി സൈക്കോളജി ഓഫ് കൺസ്യൂമേഴ്സ് ഓൾസോ. ശരിക്കും ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. ഈ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദെൻ ഇറ്റ് മേ ബി ചേഞ്ച്, അല്ലേ? അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെയിലിയർ ആവാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, വി ഷുഡ് റിമെമ്പർ ദാറ്റ് ഫോർകാസ്റ്റിംഗ് പ്രൊഡ്യൂസസ് ഓൺലി എസ്റ്റിമേറ്റ്. ഫോർകാസ്റ്റിംഗ് എല്ലായ്പ്പോഴും ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ്. എ സെർട്ടൻ എമൗണ്ട് ഓഫ് എറർ ഈസ് ഓൾവേസ് ഇൻവോൾവ്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ചില തെറ്റുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരുപാട് ഇമ്പോർട്ടൻസ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് ഉണ്ടെങ്കിൽ കൂടെ പലപ്പോഴും അവിടെ എന്തുകൂടിയുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് ചില ലിമിറ്റേഷൻസ് കൂടെയുണ്ട്. അതായത് ഇൻഎഫിഷ്യൻ്റ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഫോർകാസ്റ്റേഴ്സ്, ദെയർ ഡിസിഷൻ മേ ബി റോങ്.
Demand protection depends on large extent upon the needs, taste and preferences, etc. Then these are ever changing concepts. The next one is psychology of consumer is also ever changing. Then next one is successful forecast can be made only after considering the competitor strategy. കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി കൂടി നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ കോമ്പറ്റീറ്റർ സ്ട്രാറ്റജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഇതിനെ അഫക്റ്റ് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ വേറെ ഏതെങ്കിലും ഒരു ട്രിക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രാറ്റജീസോ കോമ്പറ്റീറ്റേഴ്സ് ഉപയോഗപ്പെടുത്താം. അത് പലപ്പോഴും നമ്മുടെ ഒറിജിനൽ കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പം ദെൻ ഇനി നെക്സ്റ്റ് ടോപ്പിക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓർ സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ദ നെക്സ്റ്റ് വൺ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫസ്റ്റ് വൺ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമിനിങ് ദ ടൈം പീരിയഡ്, സെലക്ടിങ് ദ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, collecting the data and estimating the result or estimating the result. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. നമ്മൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഏത് മെത്തേഡ് ഉപയോഗിക്കണം, എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അതിന് സിസ്റ്റമാറ്റിക്കലി ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ 1 by 1 ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ദെൻ അവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സ്റ്റെപ്സിലെ ഫസ്റ്റ് വൺ ഈസ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിന് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഓർഗനൈസേഷൻ നീഡ് ടു ക്ലിയർലി സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ബിഫോർ ഇനീഷ്യേറ്റിംഗ്. ദിസ് സ്റ്റെപ്പ് കൺസിസ്റ്റ് ഓഫ് വെദർ ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഫോർ ദ ഹോൾ മാർക്കറ്റ് ഓർ ദ സെഗ്മെൻറ്റ് ഓഫ് ദ മാർക്കറ്റ്. അതായത് മൊത്തം മാർക്കറ്റിലേക്കുള്ള ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണോ, അത് നമ്മളൊരു സെഗ്മെൻ്റ് ഉണ്ട് അല്ലേ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പഠിക്കും നിങ്ങൾ. അപ്പോൾ അതിൽ പഠിക്കും ഏത് സെഗ്മെൻറ്റാണ്. ചിലപ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് നോർത്തേൺ റീജിയണിലേക്ക് കൊടുക്കേണ്ടതാണോ വെസ്റ്റേൺ റീജിയണിലേക്ക് കൊടുക്കേണ്ടതാണോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മാർക്കറ്റ് അവിടെ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്നാണോ നമ്മൾ തീരുമാനിക്കേണ്ടത്. അതേസമയം ഡിസൈഡ് വെദർ ടു ഫോർകാസ്റ്റ് ദ ഓവറോൾ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് ഫോർ ഓൺലി ഓൺ പ്രൊഡക്റ്റ്. അതായത് മൊത്തം മാർക്കറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിന് ഉള്ള മാർക്കറ്റ് ഷെയറാണ്, മാർക്കറ്റ് പ്രൊഡക്റ്റ് ഡിമാൻഡാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനുള്ള പ്രൊഡക്റ്റ് ഡിമാൻഡാണോ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് എത്രമാത്രം മാർക്കറ്റ് ഷെയർ കിട്ടുമെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതോ മൊത്തത്തിൽ ഈ പ്രൊഡക്റ്റിന് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മൊത്തത്തിലുള്ള ഡിമാൻഡാണോ അത് നമ്മുടെ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡാണോ നമ്മൾ അസസ് ചെയ്യേണ്ടത്. അത് വ്യക്തമാക്കിയിരിക്കുക. കണ്ടോ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് മൊത്തത്തിലുള്ള മാർക്കറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അതേസമയം തന്നെ നമ്മൾ ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് വേണ്ടത് എന്ന് എല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കണം ഏതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ ആണോ കണ്ടുപിടിക്കേണ്ടത്, അത് മൊത്തത്തിൽ എത്രമാത്രം ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവും എന്നാണോ കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ ഡിസൈഡ് വെദർ ടു ഫോർകാസ്റ്റ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് ദ ഫേം. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എത്രമാത്രം വിൽക്കപ്പെടും, ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നത് ആദ്യം വളരെ വ്യക്തമായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുക. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആദ്യം തീരുമാനിച്ചിരിക്കുക. സെക്കൻഡ് പ്രോസസ്സ് ഡിറ്റർമിൻ ദ ടൈം പീരീഡ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് 50,000 യൂണിറ്റ് 10,000 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര നാളത്തേക്കാണ് നമ്മൾ കണക്കാക്കുന്നത്? ഒരു വർഷത്തേക്കുള്ള ഡിമാൻഡാണോ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്, അതോ നെക്സ്റ്റ് 6 മന്തിലേക്കുള്ള ഡിമാൻഡാണോ, അത് 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, ഏതാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഡിറ്റർമിൻ ദ ടൈം പീരീഡ്. ആദ്യം സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം, അതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കണം. ദെൻ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിറ്റർമിൻ ദ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഷോർട്ട് പീരീഡ് ഓർ ലോങ് പീരീഡ്. ലോങ് പീരീഡിലേക്കുള്ള ഡിമാൻഡാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഷോർട്ട് പീരീഡിലേക്കുള്ള ഡിമാൻഡാണോ അനലൈസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിരിക്കണം. ബട്ട് ഇൻ ദ ലോങ് റൺ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ദെർഫോർ എ ഫേം ഡിറ്റർമിൻസ് ദ ടൈം പീരീഡ് ഓൺ ദി ബേസ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ദെൻ തേർഡ് വൺ, സെലക്ടിങ് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. Selecting the method of demand forecasting by using various methods. The method of demand forecasting differ from firm to firm depending on the purpose of forecasting, time frame, availability of data, etc. It is necessary to select the suitable method of saving time and cost and ensuring the reliability of the data.
പിന്നെ സെലക്ടിങ് ദ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്? അതായത് നമുക്ക് പബ്ലിക്കായിട്ട് സർവേ നടത്തിയാൽ മതിയായിരിക്കുമോ? സർവേ മെത്തേഡാണോ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ നടത്തണോ? ബയേഴ്സ് ഒപ്പീനിയനാണോ എടുക്കേണ്ടത്? അല്ലെങ്കിൽ ഡീലേഴ്സ് ഒപ്പീനിയനാണോ എടുക്കേണ്ടത്? അതുമല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളോ അങ്ങനെ എന്തെങ്കിലും നടത്തിക്കൊണ്ടാണോ നമ്മുടെ പ്രൊഡക്റ്റ് ഡിമാൻഡ് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ചില സ്ട്രാറ്റജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ട്രെൻഡ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. ഇത് ഏത് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലാണ് വളരെ എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ഏത് മെത്തേഡാണ്? ഓരോ മെത്തേഡ്സിൻ്റെയും ഡ്രോബാക്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, വേണ്ടേ? അപ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് നോക്കിയിരിക്കണം, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ടൈം, ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ ഡിമാൻഡ് ക്യാൻ ബി ഫോർകാസ്റ്റഡ് ബൈ യൂസിങ് വേരിയസ് മെത്തേഡ്സ്. The method of demand forecasting differ from firm to firm depending on the purpose of forecasting, time frame, etc. Availability of data. It is necessary to select the suitable method for saving the time and cost and ensuring the reliability of data. Then fourth one is collecting data. The next step is collecting primary or secondary data. Primary data are collected through observation, interview and questionnaire. Primary data are collected through observation, interview and questionnaire. പ്രൈമറി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് പല നിരീക്ഷണങ്ങളുടെയും ഇൻ്റർവ്യൂയിലൂടെയും അതേപോലെ ക്വസ്റ്റനെയറിലൂടെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓൺ ദ അതർ ഹാൻഡ് സെക്കൻഡറി ഡാറ്റ ആർ കളക്റ്റഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ പിന്നത്തെ സ്റ്റെപ്പിൽ എന്താ? കളക്ടിങ് ഡാറ്റാസ് കളക്ട് ചെയ്തിരിക്കണം. എസ്റ്റിമേറ്റിംഗ് ദ റിസൾട്ട്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എസ്റ്റിമേറ്റിംഗ് ദ റിസൾട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. അവിടെ ദ ഡാറ്റ കളക്റ്റഡ് ഓർ അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രിറ്റഡ് ഓൺ ദി ബേസ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി ഡാറ്റ ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് അഡോപ്റ്റഡ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഏത് മെത്തേഡാണെന്ന് സെലക്ട് ചെയ്തു, ആ മെത്തേഡിലൂടെ പോയി ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് അവിടെ എന്ത് പറയുന്നത്? എസ്റ്റിമേറ്റിംഗ് ദ റിസൾട്ട്. അത് പ്രോപ്പറായിട്ടുള്ള വേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുകയും ഫ്യൂച്ചർ ഡിമാൻഡ് ഇത്രയുണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയും വേണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സ്റ്റെപ്പ്? സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. ആദ്യം എന്തിനു വേണ്ടിയാണോ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണേ, എന്താണ് ലക്ഷ്യം, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് അതിൻ്റെ പർപ്പസ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതാണ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, എന്താണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം തീരുമാനിച്ചിരിക്കണം. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പറയുന്നത് ഡിറ്റർമിനിങ് ദ ടൈം പീരീഡ്. എത്ര കാലം കൊണ്ടാണ്, അല്ലെങ്കിൽ ലോങ് ടൈം പീരീഡാണോ ഷോർട്ട് ടൈം പീരീഡാണോ എന്ന് തീരുമാനിച്ചിരിക്കണം. ഡിറ്റർമിൻ ദ ടൈം പീരീഡ്. ദെൻ തേർഡ് വൺ, സെലക്ടിങ് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ടിങ് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് മെത്തേഡ് നമ്മൾ സെലക്ട് ദ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ ഫോർത്ത് വൺ ഈസ് കളക്ടിങ് ഡാറ്റ. അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിരിക്കണം. ലാസ്റ്റ് എസ്റ്റിമേറ്റിംഗ് ദ റിസൾട്ട്. ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. Then according to William J. Stevenson, demand forecasting involves the following steps: determine the purpose of forecasting, establishing a time horizon, select a forecasting technique, gather and analysis of data, make the forecast and monitor the forecast. These are the steps involved in demand forecasting. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു വേ അല്ല. ഒരുപാട് സ്റ്റെപ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഡിമാൻഡ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒബ്ജക്റ്റീവ്സ് തീരുമാനിച്ചിരിക്കണം, ഏത് പീരീഡിലേക്കാണുള്ള ടൈം പീരീഡ് ഫിക്സ് ചെയ്തിരിക്കണം. സെലക്ടിങ് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏതാണെന്ന് തീരുമാനിക്കണം. കളക്ടിങ് ദ ഡാറ്റ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. What is meant by demand estimation? What is meant by demand estimation? Demand estimation simply refers to estimating or anticipating the future demand. Demand forecasting means estimate or anticipating future demand on the basis of past data. Then next one is പിന്നെ നമ്മൾ അതിൽ പറയുന്നത് what is meant by
ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ, ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്ന ഡിമാൻഡ് എസ്റ്റിമേഷനും, അതേപോലെ തന്നെ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന രീതിയെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഡിമാൻഡ് എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിഫയബിൾ ആയിട്ട് ഇത്ര യൂണിറ്റ് ആണെന്ന് വ്യക്തമാക്കുന്നതാണ്. ഫോർകാസ്റ്റിങ്ങിൽ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളത് പ്രൊഡിക്റ്റ് ചെയ്യും. അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഒരു സക്സീഡിങ് ആക്ടിവിറ്റിയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം അതിൽ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും ഡിമാൻഡ് എസ്റ്റിമേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ രണ്ട് തരത്തിലാണ്, ഒന്ന് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സും. അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ലേഔട്ട്, പ്ലാൻ ലേഔട്ടല്ല, ദെൻ അവിടെ പ്രൊഡക്ഷൻ, സെയിൽസ്, പ്രൈസ് ഇതൊക്കെ തീരുമാനിക്കുന്ന ഇതിലൂടെയാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെയാണ്. അപ്പോൾ അത് ക്ലിയർ ആയി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോങ് ടൈം ഒബ്ജക്റ്റീവ്സിലെ പ്ലാൻ കപ്പാസിറ്റി, estimate the requirement of workers, determine the appropriate dividend policy, capital budgeting, etc. ഇതൊക്കെയാണ് അതിൻ്റെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തിരുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് അല്ലേ. ഇമ്പോർട്ടൻസ് ആവശ്യമാണ്. എന്താ, ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, സെയിൽസ് ടാർഗറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്, ഇങ്ങനെ വേരിയസ് ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർകാസ്റ്റിങ്ങിന്. പിന്നെ ലിമിറ്റേഷൻസ്, എത്രയൊക്കെ പ്രാധാന്യം ഉണ്ടെങ്കിലും അതേ സമയത്ത് തന്നെ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്ന് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എപ്പോഴും ബിസിനസ്സിനൊരു അഡ്വേഴ്സ് എഫക്റ്റാണ് സംഭവിക്കുക. അപ്പോൾ തന്നെ അവിടെ പ്രഡിക്ഷൻ പലപ്പോഴും തെറ്റിപ്പോവാലോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി മാറാം, പ്രഡിക്ഷൻ നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോവാം, പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാം, സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ഓഫ് കൺസ്യൂമേഴ്സ് ഇറ്റ് മേ ബി എവർ ചേഞ്ചിങ്. വി ഷുഡ് റിമെമ്പർ ദാറ്റ് ഫോർകാസ്റ്റിംഗ് പ്രൊഡ്യൂസസ് ഓൺലി എസ്റ്റിമേറ്റ്. എപ്പോഴും എസ്റ്റിമേറ്റിൻ്റെ ബേസിൽ മാത്രമാണ് അത് സംഭവിക്കുള്ളൂ. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഏതാ പ്രോസസ്സ്? ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, determining the time period, selecting a method of demand forecasting, collecting data and estimating data. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.